ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ വീഡിയോ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മളിന്ന് നഴ്സിംഗ് എഡ്യൂക്കേഷൻ്റെ ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നഴ്സിംഗ് എഡ്യൂക്കേഷൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ കുറച്ച് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് കുറവാണ് കമ്മ്യൂണിറ്റീനെ വെച്ച് നോക്കുമ്പോൾ. എന്നാലും കുറച്ച് പുതിയ ക്വസ്റ്റ്യൻസാണ് കൂടുതലും ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഞാൻ നോക്കുന്നത് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ചാപ്റ്റർ വൈസല്ല ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് വായിച്ചു പോകാം. റിപ്പീറ്റഡ് ആയിട്ടുള്ളത് എല്ലാത്തിനും ക്വസ്റ്റ്യൻസ് വായിച്ചു പോകാം. അതിൽ ഫസ്റ്റ് തന്നെ കുറേ തവണ കരിക്കുലത്തിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിഫൈൻ കരിക്കുലം, ടൈപ്സ് ഓഫ് കരിക്കുലം ആൻഡ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കരിക്കുലം ഡെവലപ്മെൻറ്റ്. ഇത്രയും ഒരു എസ്സേ ഒക്കെ ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യനാണ്. ഡിഫൈൻ കരിക്കുലം, ടൈപ്സ് ഓഫ് കരിക്കുലം, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കരിക്കുലം ഡെവലപ്മെൻറ്റ് ആൻഡ് ഓൾസോ ബാരിയേഴ്സ് ഓഫ് കരിക്കുലം ഡെവലപ്മെൻറ്റ്. ഇതൊരു കരിക്കുലത്തിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ മിക്സായിട്ടാണ് പോകുന്നത്, അപ്പോൾ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ ഡിഫൈൻ വിഷ്വൽ എയ്ഡ്സ്, എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഏവിയേറ്റ്സ്. അതാണ് ഏവിയേറ്റ്സ് എന്ന്. ഇനിയുണ്ട് ഏവിയേറ്റ്സിൽ, ഇപ്പോൾ ഞാൻ എഴുതി വെച്ച രീതിക്ക് പോവാണ്. പിന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ ഇൻ നഴ്സിംഗ്. നെക്സ്റ്റ് ഈസ് ക്വാളിറ്റീസ് ഓഫ് എ ടീച്ചർ. ക്വാളിറ്റീസ് ഓഫ് എ ടീച്ചർ ഈ ലിസ്റ്റ് ഡൗൺ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ടൈപ്സ് ഓഫ് കൗൺസിലിംഗ് അപ്രോച്ചസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ടൂൾസ് ഫോർ മെഷറിങ് ഓഫ് ആറ്റിറ്റ്യൂഡ്സ്, പിന്നെ ടൂൾസ് ഫോർ മെഷറിങ് ഫോർ സ്കിൽസ്, നോളജ്, ഇത് കുറേ തവണ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഡെമോൺസ്ട്രേഷൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ടോപ്പിക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ക്ലാസ് റൂം മാനേജ്മെൻറ്റ്. അത് കുറച്ച് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്, ലിസ്റ്റ് ഡൗൺ ആയിട്ട് വന്നിട്ടുണ്ട്, ഷോർട്ട് നോട്ടായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ബെഡ് സൈഡ് ക്ലിനിക്ക് വന്നിട്ടുണ്ട് കുറേ തവണ. പിന്നെ കൗൺസിലിംഗ്, ക്വാളിറ്റീസ് ഓഫ് എ കൗൺസിലർ. നെക്സ്റ്റ് ഈസ് കൗൺസിലിംഗിൽ തന്നെ കൗൺസിലിംഗ് സർവീസസ്, സിഗ്നിഫിക്കൻസ് ഓഫ് കൗൺസിലിംഗ് സർവീസസ് ഇൻ എൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഇവാലുവേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് ഇവാലുവേഷൻ. നെക്സ്റ്റ് എയിംസ് ഓഫ് ഡിസിപ്ലിൻ ഇൻ എഡ്യൂക്കേഷൻ. ഡിസിപ്ലിൻ്റെ എയിംസ് കുറേ തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ MCQs, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്, ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ്, ഇതും കുറേ തവണ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഓർഗനൈസേഷൻ ഓഫ് കൗൺസിലിംഗ് സർവീസസ് ഫോർ സ്റ്റുഡൻസ്. ഇതും കുറേ തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഓർഗനൈസേഷൻ, എയിംസ് ഓഫ് ഡിസിപ്ലിൻ, അതൊക്കെ കുറേ തവണ ചോദിച്ചിട്ടുണ്ട്. പിന്നെ യൂണിറ്റ് പ്ലാൻ, കോഴ്സ് പ്ലാൻ ആൻഡ് ഓൾസോ ലെസൺ പ്ലാൻ, ഇത് മൂന്നും ചോദിച്ചാണ്. പിന്നെ ഫീൽഡ് ട്രിപ്പ് കുറേ തവണ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ടൈപ്സ് ഓഫ് ക്ലാസ് റൂം ടെസ്റ്റ്. നെക്സ്റ്റ് വൺ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഓൺ ദി ഇമ്പാക്റ്റ് ഓഫ് നാച്ചുറാലിസം ഓൺ എഡ്യൂക്കേഷൻ. ഇപ്പോൾ നാച്ചുറാലിസം, പ്രഗ്മാറ്റിസം, അതൊക്കെ കുറേ തവണ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ടീച്ചിങ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്, ഇതൊരു ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ മൈക്രോ ടീച്ചിങ്, പ്രിൻസിപ്പിൾ ഓഫ് എഡ്യൂക്കേഷൻ, ക്വാളിറ്റീസ് ഓഫ് എ ടീച്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, define the disciplinary problems that may occur at school of nursing and how do you manage disciplinary problems. അത് ഒരു അപ്ലിക്കേഷൻ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എഴുതാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഡിസിപ്ലിൻ ഉള്ള ഒരു ചാപ്റ്റർ, ഡിസിപ്ലിൻ്റെ കുറേ കാര്യങ്ങൾ, എയിംസ് ഓഫ് ഡിസിപ്ലിൻ ആണെങ്കിലും ഡിസിപ്ലിൻ, ടൈപ്സ് ഓഫ് ഡിസിപ്ലിൻ, അതൊക്കെ കുറേ തവണ ചോദിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് ഇവാലുവേഷൻ ഞാൻ പറഞ്ഞ നേരത്തെ, അത് കുറേ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടെക്നിക്സ് ഓഫ് ക്ലിനിക്കൽ ഇവാലുവേഷൻ. പിന്നെ LCD പ്രൊജക്ടർ, ഓഡിയോ വിഷ്വൽ എയ്ഡ്സിൽ ഏകദേശം എല്ലാം നോക്കാതെ കുറേ തവണ ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ പ്രിൻസിപ്പിൾസ് ആൻഡ് ടൈപ്സ് ഓഫ് ഡിസിപ്ലിൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഡെയിലി പ്ലാൻ എന്നുള്ളൊരു ടോപ്പിക്ക് 10th സ്കീമിൽ കണ്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് നോക്കുക എൻ്റെ ഒന്ന്. പിന്നെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ പറഞ്ഞു. ലെക്ചർ മെത്തേഡ്, മൈക്രോ ടീച്ചിങ്, അതും. പിന്നെ ഡിസ്കഷൻ, സെമിനാർ, സിമ്പോസിയം, പ്രോജക്റ്റ് മെത്തേഡ്, അതൊക്കെ കുറേ തവണ ചോദിച്ചു. ഇത്രയും കാര്യങ്ങൾ കുറേ തവണ ചോദിച്ചിട്ടുണ്ട്. ഞാൻ വായിക്കാം എന്തായാലും. ക്രൈറ്റീരിയ ഫോർ സെലക്ഷൻ ഓഫ് ഇവാലുവേഷൻ ടെക്നിക്സ് ചോദിച്ചിട്ടുണ്ട്. ഓസ്കി കുറേ തവണ ചോദിച്ചിട്ടുണ്ട്. പ്രിവെൻറ്റീവ് ഡിസിപ്ലിൻ, ദാറ്റ് ഈസ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ടൈപ്സ് ഓഫ് ഡിസിപ്ലിൻ, അത് കുറേ തവണ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ലോസ് ഓഫ് ലേണിങ് കുറേ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ടാക്സോണമി ഓഫ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടാക്സോണമി ചോദിച്ചു കണ്ടിട്ടുണ്ട്, ബ്ലൂംസ് ടാക്സോണമി, അതൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട് എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സിലുള്ള. പിന്നെ എവാലുവേഷൻ പറഞ്ഞ പോലെ ഡിഫൈൻ എവാലുവേഷൻ ആൻഡ് പർപ്പസ്.
പിന്നെ വരുന്നതാണ് റേറ്റിംഗ് സ്കെയില്. ചെക്ക് ലിസ്റ്റൊക്കെ ചോദിച്ചിട്ടുണ്ട്. പ്രഗ്മാറ്റിസം, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ആൻഡ് ഏവിയേറ്റ്സ് ആൻഡ് ലിസ്റ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഏവിയേറ്റ്സ്. എന്തായാലും ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. പിന്നെ ലോസ് ഓഫ് ലേണിംഗ്, അത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. റോൾ ഓഫ് ചെയർപേഴ്സൺ ഇൻ എ സെമിനാർ സിമ്പോസിയം. ലിമിറ്റേഷൻസ് ഓഫ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസിപ്ലിൻ, എയിംസ് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്ക്രൈബ് ദി സജഷൻസ് ഫോർ കൺസ്ട്രക്റ്റീവ് എസ്സേ ക്വസ്റ്റ്യൻസ്. ഒരു എസ്സേ ക്വസ്റ്റ്യൻസിൽ കൺസ്ട്രക്റ്റ് ചെയ്യാനുള്ള സജഷൻസ് ആണ് ചോദിക്കുന്നത്. എസ്സേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇവാലുവേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റുഡൻറ്റ് ഡിസിപ്ലിൻ and criteria for selection of learning experience, observation checklist, steps in lesson plan, course plan and unit plan നോക്കാം. പിന്നെ there are advantages of writing nursing case study അത് ചോദിച്ചിട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. strategies to overcome the demerits of lecture methodsൻ്റെ demerits അതാണ്. അത് ലെക്ചർ മെത്തേഡ് തന്നെ കുറേ തവണ എസ്സേക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഈസ് പ്രൊജക്റ്റഡ് എയ്ഡ്സ്, അത് ഏവിയേറ്റ്സിൽ വരുന്ന ഒരു ചാപ്റ്ററിൽ കവർ ചെയ്ത് പോകണം. പിന്നെ OSP അത് ചോദിച്ചിട്ടുണ്ട്, ഓവർ ഹെഡ് പ്രൊജക്റ്റ്. ആറ്റിറ്റ്യൂഡ് സ്കെയില് കുറേ തവണ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഈസ് ക്ലിനിക്കൽ ടീച്ചിങ് മെത്തേഡ്സ്, അതാണ് ഈ ബെഡ് സൈഡ് ക്ലിനിക്സും പിന്നെ എന്താ കേസ് സ്റ്റഡി അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ടെസ്റ്റ് കൺസ്ട്രക്ഷൻ ആൻഡ് ഇറ്റ്സ് പ്രിൻസിപ്പിൾസ്, സ്കോപ്സ് ഓഫ് ഇവാലുവേഷൻ ആൻഡ് ടാക്സോണമിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്. പിന്നെ ഒരു കറണ്ട് ട്രെൻഡ്സ് ഇൻ നഴ്സിംഗ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു. സ്റ്റെപ്സ് ഓഫ് കരിക്കുലം കൺസ്ട്രക്ഷൻ, പിന്നെ എക്സ്പ്ലെയിൻ ദ സെലക്ഷൻ ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസ് ഫോർ നഴ്സിംഗ് സ്റ്റുഡൻസ്, അത് ക്ലാസിഫിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. മെത്തേഡ് ഓഫ് ക്ലാസ് റൂം ടീച്ചിങ്, റോൾ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ നഴ്സിംഗ് എഡ്യൂക്കേഷൻ, മെത്തേഡ് യൂസ്ഡ് ഫോർ അസസിങ് നോളജ്, സ്കില്ല്, ആറ്റിറ്റ്യൂഡ്സ്. ഇഷ്യൂസ് ഫോർ കൗൺസിലിംഗ് ഇൻ നഴ്സിംഗ്, ടീച്ചേഴ്സ് റോൾ ഇൻ മാനേജിങ് ഡിസിപ്ലിനറി പ്രോബ്ലംസ് ആൻഡ് ടൂൾസ് ഫോർ അസസിങ് സ്കിൽസ്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഒരു ടോപ്പിക്ക് വന്നിട്ടുള്ളത്. അതിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീനായിട്ട് പലതും വേറെ ആണുള്ളത്. സെയിം ആയിട്ട് ഞാൻ അങ്ങനെ കണ്ടില്ല. സിമ്പോസിയം ആൻഡ് പാനൽ ഡിസ്കഷൻ അത് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് പ്ലാൻ, ലെസൺ പ്ലാൻ, അല്ലെങ്കിൽ യൂണിറ്റ് പ്ലാൻ, കോഴ്സ് പ്ലാൻ, ലെസൺ പ്ലാൻ, അങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ ഫ്ലാഷ് കാർഡ്, ഫ്ലാനൽ ബോർഡ്, അതിൻ്റെ അകത്തുള്ള ഏവിയേറ്റ്സിലുള്ള കാര്യങ്ങൾ ചോദിക്കാം. പിന്നെ ടീച്ചിങ്, ലേണിംഗ്, എഡ്യൂക്കേഷൻ ആൻഡ് ഫിലോസഫി, ലെക്ചർ മെത്തേഡ് ആൻഡ് സെമിനാർ, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആൻഡ് MCQs, ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് അസസ്മെൻറ്റ്, പാംഫ്ലെറ്റ്സ് ആൻഡ് ലീഫ്ലെറ്റ്സ്, ഡെമോൺസ്ട്രേഷൻ ആൻഡ് സിമുലേഷൻ, tape recorder and public address system, cognitive domain and affective domain, seminar and symposium, naturalism and pragmatism, role play and field trip, specimen and model കുറേ തവണ അതന്നായിട്ട് specimen and model എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രാക്ടിക്കൽ എക്സാം ആൻഡ് OSCE, കോസ്റ്റ് പ്ലാൻ ആൻഡ് യൂണിറ്റ് പ്ലാൻ. പിന്നെ വന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഐഡിയലിസം ആൻഡ് നാച്ചുറാലിസം, ചോക്ക് ബോർഡ് ആൻഡ് ബുള്ളറ്റിൻ ബോർഡ്, ചെക്ക് ലിസ്റ്റ് ആൻഡ് MCQ, യൂണിറ്റ് പ്ലാൻ, ലെസൺ പ്ലാൻ പറഞ്ഞു. വർക്ക്ഷോപ്പ് ആൻഡ് ഡെമോൺസ്ട്രേഷൻ, ചെക്ക് ലിസ്റ്റ് ആൻഡ് ആറ്റിറ്റ്യൂഡ് സ്കെയിൽ, എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചിങ്, OSP ആൻഡ് LCD പ്രൊജക്ടർ, നഴ്സിംഗ് റെക്കോർഡ്സ് ആൻഡ് ബെഡ് സൈഡ് ക്ലിനിക്സ്, പോസ്റ്റർ ആൻഡ് ചാർട്ട്, പ്രഗ്മാറ്റിസം ആൻഡ് എക്ലറ്റിസം, ഒബ്ജക്റ്റ് ആൻഡ് സ്പെസിമെൻ, റേറ്റിംഗ് സ്കെയിൽ ആൻഡ് ചെക്ക് ലിസ്റ്റ്, linear programmed instruction and branched programmed instruction, resource unit and teaching unit, evaluation chart and tabulation chart, prescriptive counseling and permissive counseling, accreditation and evaluation, education and objectives and curriculum, disciplinary problem and disciplinary procedure, general objective and specific objective. ഇതൊക്കെയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ അങ്ങനെ അതൊരു കുറേ ഉണ്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ആയിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട്. ഇത് പറഞ്ഞ മാത്രമല്ല, അത് കുറേ ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഇത്രയും ആണ് ഇതൊരു ഡിഫറൻസ് ബിറ്റ്വീൻ. അതിൽ സ്പെസിമെൻസ്, മോഡൽസ് അത് കുറേ തവണ ചോദിച്ചിട്ടുള്ള ഡിഫറൻസ് ബിറ്റ്വീൻസ് ആണ്. പിന്നെ ഏവിയേറ്റ്സ്, ഏതെങ്കിലും ഒരു ഏവിയേറ്റ്സ് ഉണ്ട്, ഏവിയേറ്റ്സ് വന്നിട്ട് ടൈപ്സ് ആണെങ്കിലും ഏവിയേറ്റ്സ് വന്നിട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്.
അതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. ഇപ്പം നമ്മൾ ചാപ്റ്റർ വൈസ് ഡിസ്കസ് ചെയ്താൽ എന്താ പറയുക, കുറേ ക്വസ്റ്റ്യൻസ് ഉള്ളത് കൊണ്ട് അതാണ് ഞാൻ പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് മാത്രം വായിച്ചു പോയത്. അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.